ഹലോ ഗൈസ്, ഇലക്ഷനൊക്കെ ആയിട്ട് എല്ലാവരും വോട്ടും ജനങ്ങളൊക്കെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് പടയനിമഠാമ്പലത്തിലാണ്. ഓണാട്ടുകരയിലെ ഏറ്റവും വലിയൊരു ഉത്സവം മേടമാസം 1-ാം തീയതിയിലാണ് ഉത്സവം. ഇപ്പോഴും ഒരു കുഞ്ഞുത്സവം നടന്നിട്ടുള്ള ഈ അമ്പലത്തിന്റെ തലവര തന്നെ ഈ വർഷം മാറാൻ പോവുകയാണ്. അതിന് ആദ്യത്തെ കാരണക്കാരാണ് ഈ കാണുന്ന അമ്മ യുവജന സമിതി. ആരെയാണ് കൊണ്ടുവരുന്നറിയാം? ഓണാട്ടുകരയിലെ ഏറ്റവും വലിയ നന്ദിയേശനായിട്ടുള്ള കാലഭൈരവനെയാണ് കൊണ്ടുവരുന്നത്. ഓണാട്ടുകര ചരിത്രത്തിൽ തന്നെ കാലഭൈരവൻ ആദ്യമായിട്ടാണ് ആ ഓച്ചറ അമ്പലം വിട്ട് പുറത്തൊരു ഓട്ടം തന്നെ എടുക്കുന്നത്. അത് തന്നെ ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തിട്ടുള്ള അടുത്ത സംഘടനയായിട്ടുള്ള യുവ എന്ന് പറയുന്ന സംഘടനയിൽ അവർ കൊണ്ടുവരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുതിരയായിട്ടുള്ള നെഹ്റു തോട്ടുവയാണ് കൊണ്ടുവരുന്നത്. 140ഓളം അടിയാണ് ആ കുതിരയ്ക്ക് വരുന്നത്. ഈ വർഷം പടയനിമഠ അമ്പലത്തിൽ വലിയൊരു ഉത്സവവും വലിയൊരു ചരിത്രം തന്നെയാണ് മേടമാസം 1-ാം തീയതി നടക്കാൻ പോകുന്നതെന്ന് പറയാം. 2 സംഘടനകളിൽ വർക്കുകൾ തിരുവൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതിയാണ് ഉത്സവം കാര്യങ്ങൾ വരുന്നത്. കാൽഫയറിന്റെ ശിരസ്സൊക്കെ കൊണ്ടിരുന്നു വലിയൊരു ഘോഷയാത്ര തന്നെയാണ് നടന്നിരുന്നത്. 16 അടിയോളമാണ് കാലഭൈരവന്റെ ശിരസും കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും കാണാം.